ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് സ്കൂൾ റോഡിൽ താമസിച്ചിരുന്ന സതീഷ് കുമാർ. ഉണ്ടായിരുന്ന വീട് പൂർണ്ണമായി ഒലിച്ചു പോയി കഴിഞ്ഞു. പുതിയ വീട് നിർമ്മാണത്തിനായി ലോൺ എടുത്ത പണവും നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഏക ആശ്രയമായിരുന്ന ജീപ്പും തകർന്ന് തരിപ്പണമായി പോയി. ഭാര്യയും 2 കൊയ്ക്കുഞ്ഞുങ്ങളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സതീഷ്. പച്ചപ്പണിഞ്ഞ ചൂരൽമലയിൽ കാശിനാഥൻ എന്ന ജീപ്പ് ഓടിച്ച് ലഭിക്കുന്ന വരുമാനം കൊണ്ടായിരുന്നു ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കൊച്ചു കുടുംബത്തെ സന്തോഷത്തോടെ സതീഷ് കുമാർ നോക്കിയിരുന്നത്. ആ ചൂരൽമലയിലേക്ക് 10 നാൾക്കിപ്പുറം സതീഷ് കുമാർ വീണ്ടും വരികയാണ്. വേദന കടിച്ചമർത്തി തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെയും ചളി നിറഞ്ഞ് പാറക്കല്ലുകൾ നിറഞ്ഞ റോഡിലൂടെയും തൻ്റെ വീടും തൻ്റെ ജീപ്പും കണ്ടെത്താനായി. കൊതി കൊണ്ട് വാങ്ങിച്ച വണ്ടിയാണ്. എല്ലാം പോയി. ഒരു നിമിഷം കൊണ്ട് വീടും ജീപ്പും. കുട്ടിയെ രാത്രി ചോദിക്കുക വണ്ടി എവിടെയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ഇന്നിവിടെ കുറച്ച് മണ്ണും ചെളിയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ജീപ്പ് പൂർണ്ണമായും തകർന്നു. ജീപ്പിന്റെ അവശിഷ്ടങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുകയാണ്. ജീവന തുല്യം സ്നേഹിച്ചതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ കണ്ടു നിൽക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ ഫസ്റ്റത്തെ പൊട്ടലിന് എൻ്റെ വീടിന് മുമ്പിൽ ഒരു കാർ പോർച്ചുണ്ട്, ഒരു വീട് വരെ. അവിടെ ഞാൻ വണ്ടി നിർത്താൽ ഫസ്റ്റത്തെ പൊട്ടുമ്പോൾ ഞങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ ഉള്ളത്. പക്ഷെ ഞാൻ വേഗം വന്ന് നോക്കിയപ്പോൾ പിള്ളേരൊക്കെ എടുത്ത് എല്ലാവരും സേഫാക്കി വരുന്ന വഴി വണ്ടി നോക്കിയപ്പോൾ ഫസ്റ്റത്തെ പൊട്ടലിന് വണ്ടി അവിടെ സേഫായി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമത് പൊട്ടിയതിൽ ഞാൻ മേലിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ വണ്ടിയും വീടും എല്ലാം ഒരു നിമിഷം കൊണ്ട് എല്ലാം അടിച്ചുകൊണ്ട് പോകണം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 900 കണ്ടിയിലാണ് സതീഷ് കുമാർ ഇക്കഴിഞ്ഞ നാളത്രയും ജീപ്പ് ഓടിച്ചിരുന്നത്. നിലവിലുള്ള വീട് പുതുക്കിപ്പണിയാനായി 3 ലക്ഷം രൂപ ലോൺ എടുത്തെങ്കിലും ഉരുൾപൊട്ടലിൽ അത് പൂർണ്ണമായും നഷ്ടമായി. ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ യുവാവ്. കൊച്ചു കൂരയായിരുന്നെങ്കിലും സതീഷും കുടുംബവും ആ കൂരയ്ക്കുള്ളിൽ ഏറെ സന്തോഷത്തിലായിരുന്നു. ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായും ഇല്ലാതായി. ജീവിതത്തിൽ ഏക ആശ്രയമായിരുന്ന ജീപ്പാകട്ടെ ചന്ന ഭിന്നമായി. ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഈ യുവാവിന് സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരും. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷാഹിദ് റഹ്മാൻ, 24 വയനാട്.